Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ 2021 B.Ed അഡ്മിഷൻ ഒരു അപ്ഡേറ്റും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. B.Ed അഡ്മിഷന്റെ 2021 അഡ്മിഷന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അതല്ല നിങ്ങൾക്ക് ഈ ഓപ്ഷൻ പോരാ ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ കണ്ടന്റ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷൻ സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം B.Ed 2021 ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ്. അതേപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് B.Edന്റെ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസ് റിലീസ് കാണാം. സോ ദിസ് ഇസ് ഇറ്റ്. സോ ആദ്യം തന്നെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട മാൻഡേറ്ററി ഫീ അടയ്ക്കണം. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് മാൻഡേറ്ററി ഫീ വരുന്നത് 480 റുപ്പീസ് ആണ്. അതേപോലെ SC/ST ഇനി റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 115 റുപ്പീസ് ആണ് മാൻഡേറ്ററി ഫീ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് മാൻഡേറ്ററി ഫീ അടയ്ക്കാം. പിന്നെ നിങ്ങൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം. ഈ മാൻഡേറ്ററി ഫീ അടയ്ക്കാൻ നിങ്ങൾക്ക് ടൈം തന്നിട്ടുള്ളത് November 3 വരെയാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലോട്ട്മെന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്തിട്ട് 1 മുതൽ 3 വരെ November 3 നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയ അഡ്മിറ്റ് കാർഡിൽ ആ കോളേജിന്റെ ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഫോൺ നമ്പറിൽ നിങ്ങൾ ആ കോളേജിനെ കോൺടാക്ട് ചെയ്യുക. ഏത് സമയത്ത് ഏത് രീതിയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ളത് ആ കോളേജിലെ അതോറിറ്റിയോട് ചോദിക്കുക. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുക. ഓക്കെ, ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയാൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിരിക്കും. അതല്ല, ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും. ഈ രീതിയിലാണ് അലോട്ട്മെന്റ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടിയിട്ട് എനിക്ക് പഴയ ഓപ്ഷൻ മതിയായിരുന്നു എന്നൊന്നും പറഞ്ഞാലൊന്നും നടക്കൂല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയതെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല, നിങ്ങൾ ആ ഓപ്ഷനിൽ തന്നെ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കോളേജ്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജ് കണ്ടെയ്ൻമെന്റ് സോണിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാറന്റൈനിലാണ്, അല്ലെങ്കിൽ അങ്ങനെ എനി സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഓഫ്ലൈനായിട്ടാണ് അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നത്. ചില കണ്ടീഷനിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അഡ്മിഷൻ എടുക്കാം. പിന്നെ കോളേജിന് അടയ്ക്കേണ്ട ഫീസും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സ് കോളേജിൽ വെരിഫിക്കേഷന് സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ് അഡ്മിഷൻ വരുന്നത്. അതേപോലെ സ്പെഷ്യൽ B.Edന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് 1/11/2021 മുതൽ 3/11/2021, അതായത് November 3 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. സ്പെഷ്യൽ B.Edന് മാൻഡേറ്ററി ഫീ ഒന്നുമില്ല. എല്ലാവരുടെയും ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സസ് November 3 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് B.Ed ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആകെ 3 ദിവസമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്, 1 മുതൽ 3 വരെ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. പിന്നെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, എല്ലാവരോടും ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഷെയർ ദിസ് ചാനൽ ആസ് വെൽ ആസ് വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. താങ്ക് യു.